യുക്രൈന് നേരെ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചതായിട്ട് റിപ്പോർട്ട്. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിന് നേരെ ഇത്തരം ഒരു മിസൈൽ റഷ്യ പ്രയോഗിക്കുന്നത്. പുതുക്കിയ ആണവ നയരേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് യുക്രൈൻ ലക്ഷ്യമാക്കിയുള്ള ഈ റഷ്യൻ ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ചിരുന്നു. യുക്രൈനിലെ ഡിനിപ്രോയിലുള്ള തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്ക് നേരെയായിരുന്നു റഷ്യയുടെ ആക്രമണം നടന്നിരുന്നത്. ഡിനിപ്രോയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ റഷ്യയിലെ ആസ്ട്രാഖാൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തുവിട്ടത്. 5800 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കാവുന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ 6 പതിറ്റാണ്ട് മുമ്പാണ് റഷ്യ വികസിപ്പിച്ചത്. യുക്രൈനും സഖ്യകക്ഷികളായിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ റഷ്യയുടെ ഈ ഒരു ആക്രമണം എന്ന് പറയണം. പരമ്പരാഗതമായിട്ട് ആണവ ആയുധങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത്. അതേസമയം തന്നെ മറ്റ് ആയുധങ്ങളും ഇവയ്ക്ക് വഹിക്കാനാകും. രാസവായുധവും ജൈവായുധവുമായിട്ടുള്ള മിസൈൽ ഉപയോഗിക്കാനാകും. ഇതിന് പുറമെ തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇൻഡിപെൻഡന്റ് ഡെയിലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിളും റഷ്യയുടെ യുദ്ധരംഗത്ത് ഉപയോഗിച്ചതായിട്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മിസൈൽ യുക്രൈനിൽ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാകുന്നുമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായിട്ട് വ്യാഴാഴ്ച രാവിലെയാണ് അറിയിച്ചിരുന്നത്. യുക്രൈൻ വ്യോമസേവന പ്രസ്താവനയിൽ പുറത്തുവിട്ടിരുന്നതും അന്നാണ്. അതേസമയം തന്നെ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയാണ്. ഇതേക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ല എന്ന സൂചന നൽകി റഷ്യയുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമത്തിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചിരുന്നു. യുദ്ധം 1000 ദിവസം പിന്നിട്ടതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു റഷ്യയുടെ നിർണായകമായിട്ടുള്ള തീരുമാനം നടന്നത്. ആണവശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവശക്തിയായി മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ റഷ്യക്ക് നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായിട്ട് കണക്കാക്കുമെന്നായിരുന്നു ആണവ നയത്തിലെ മാറ്റം. ഈ സുപ്രധാനമായിട്ടുള്ള അത്തരം ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. റഷ്യയിൽ US നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഭേദഗതി കൊണ്ടുവന്നത്. അതേസമയം ബ്രിട്ടനും US-നും ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയുമുണ്ടായി. യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ ഉപയോഗിച്ചതായിട്ടാണ് പുടിൻ പറഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന് നേരെ റഷ്യ ഇത്തരം ഒരു മിസൈൽ ആക്രമണം ഉപയോഗിക്കുന്നത്. റഷ്യയിൽ US നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ അവിടെയുള്ളവരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. യുക്രൈനും റഷ്യയും 1000 ദിവസം പിന്നിടുന്ന യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സെലൻസ്കിയും പുടിനുമുള്ള വാർ ഇപ്പോഴും നടക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ ചില തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അമേരിക്ക ഈ യുക്രൈനെ സഹായിക്കാൻ പോയത്. പക്ഷേ യുക്രൈനെ സഹായിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ വലുതല്ല എന്ന് വേണം പറയാൻ. കാരണം അവരുടെ കുറച്ച് ചോട്ടാ നേതാക്കളെ വെച്ചിട്ട് ഈ റഷ്യനെ തീർക്കാനുള്ളൊരു പ്ലാനാണ് നടത്തുന്നത്. പക്ഷേ റഷ്യ അവിടെ വില പോകില്ല എന്ന് പറയാം. അതായത് റഷ്യക്കെതിരെ ഇത്തരം ഒരു പ്ലാൻ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഈ അമേരിക്കയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമാകാം. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ ഏറ്റവും കൂടുതൽ പ്രഹരം അമേരിക്കയിൽ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ഇനി അമേരിക്കൻ ബ്രിട്ടീഷ് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതിന് മറുപടിയായിട്ട് യുക്രൈനിലെ ഡിനിപ്രോയിലുള്ള തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നും പുടിൻ ചേർത്തു. യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന സൂചന നൽകിയതോടെ തന്നെ വലിയ രീതിയിലുള്ള പേടി തന്നെയാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്. അവരുടെ എല്ലാ പ്ലാനിങ്ങും അതോടെ തന്നെ ഈ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി കേട്ടപ്പോൾ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം കുഴപ്പത്തിലായി എന്ന് വേണം പറയാൻ. ഈ വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ച ദിവസം തന്നെ അമേരിക്കയ്ക്ക് ഒരു വിറയൽ സംഭവിച്ചു എന്ന് വേണം പറയാൻ. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരം ഒരു നീക്കം യുക്രൈനിലൂടെ അമേരിക്ക ചെയ്യുന്നത് കൊണ്ട് നേരെ യുക്രൈന് നേരെ തന്നെ തിരിയുമെന്ന് കരുതിയെങ്കിലും അമേരിക്കയ്ക്ക് നേരെ തിരിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലായിരുന്നു ഒപ്പുവെച്ചിരുന്നത്.